സപ്തതിയുടെ നിറവിൽ നിൽക്കുന്ന ചേട്ടന് ആരോഗ്യ സൗഖ്യം നൽകുന്നു. കണ്ണിനേക്കാൾ വിലയാണ് കണ്ണടച്ചാൽ കാണുന്ന സ്വപ്നങ്ങൾക്ക്. എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചേട്ടന് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. Happy 70th birthday, Papa. Happy birthday, Papa. പപ്പയുടെ 70ാം പിറന്നാളിൽ എല്ലാവിധ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെയുള്ള ഒരു കൊല്ലങ്ങൾ ഇങ്ങനെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. വി ലവ് യു. Bye bye. Bye bye. ബൈ. പപ്പ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹായ് പപ്പ, ഈ 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിലെ പപ്പയ്ക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ പപ്പ. അപ്പാപ്പനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പാപ്പൻ എനിക്ക് സാധനങ്ങൾ വാങ്ങിച്ചു തരാറുണ്ട്. ഞാൻ അപ്പാപ്പൻ്റെ വണ്ടിയിൽ ഇരുന്നിട്ട് ഞാൻ കടകളിൽ പോവാറുണ്ട്. ഞാൻ ഡ്രോയിങ് ക്ലാസ്സിൽ പോയപ്പോൾ അപ്പാപ്പനാണ് എന്നെ കൊണ്ടാക്കിയത്. അപ്പാപ്പൻ എന്നെ പറമ്പിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പാപ്പൻ എനിക്ക് മിഠായി വാങ്ങിച്ചു തരും. അപ്പാപ്പൻ യോഗ ചെയ്യുമ്പോൾ നിങ്ങൾ പോവാറുണ്ട് അപ്പാപ്പൻ്റെ അടുത്തേക്ക്. പ്രാർത്ഥന ചെയ്യുമ്പോൾ അച്ഛൻ പ്രാർത്ഥന ചെയ്യില്ലെങ്കിൽ അച്ഛൻ അപ്പാപ്പൻ ചീത്ത പറയും. ഹാപ്പി ബർത്ത്ഡേ അപ്പാപ്പ. ഗോഡ് ബ്ലെസ് യു. പപ്പയ്ക്ക് 1000 ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. പപ്പ ഭയങ്കര തമാശയാണ്. പപ്പ എന്നെ പറമ്പിൽ കൊണ്ടുപോകും. പപ്പ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള മുന്തിരി വാങ്ങിച്ചു തരും. ഹാപ്പി ബർത്ത്ഡേ പപ്പ. എനിക്ക് പപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. പപ്പ എനിക്ക് ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരും. എനിക്ക് ഭയങ്കര പപ്പനെ ഇഷ്ടമാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു പപ്പ. ഇത്ര നാൾ കാത്ത ഇനി ഞങ്ങൾ കാത്തുകൊണ്ടിരിക്കുന്ന പപ്പയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിമോൻ. ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിമോൻ. 70ാം ജന്മദിനം ആഘോഷിക്കുന്ന ഡെങ്ങിയമ്മാച്ചന് എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവിധ ജന്മദിനാശംസകളും ആയുരാരോഗ്യ ആശംസകളും നേരുന്നു. ദീർഘായുസ്സായിരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ഡെന്നിമാച്ച. Happy birthday, Dennamacha. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡെന്നിമാച്ച. എൻ പുലരിയിൽ ഞാൻ കാണും ഇരുചക്രവാഹനം. അതിലുണ്ടാം പ്രാർത്ഥന വഴിപാട് തീർത്തു മടങ്ങും വഴി ഗീവറെ എന്ന് വിളിച്ചു വരും ചേട്ടൻ. ആ കയ്യിലുണ്ടാം എനിക്കുള്ള വേപ്പില മാങ്ങയും ചക്കപ്പഴമതും സോദര സ്നേഹത്തിൽ പൊന്മുത്താണതു ഡെന്നിയേട്ടൻ. ഈ കവിത ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ചേട്ടന് സമർപ്പിക്കുന്നു. പപ്പയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ 70ാം വർഷ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ഡെന്നി പപ്പ. ഹാപ്പി ബർത്ത്ഡേ ഡെന്നി പപ്പ. ഹാപ്പി ബർത്ത്ഡേ ഡെന്നി പപ്പ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. പപ്പയുടെ 70th ബർത്ത്ഡേ നമുക്ക് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി ഒരുപാട് ബർത്ത്ഡേ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടിരിക്കണം. പപ്പേനെ കുറേ കാലം എനിക്ക് നല്ല ഓർമ്മകളുണ്ട്. നമുക്ക് കുറേ ട്രാവൽ ചെയ്യാനായിട്ട് പപ്പ ഇനിഷ്യേറ്റ് ചെയ്ത് മാരേജ് ആണെങ്കിലും കുറേ ഫങ്ഷൻസ് ആണ് നമ്മൾ ഈ ലോങ് ട്രാവലൊക്കെ നമ്മൾ പപ്പയുടെ കൂടെ കുറേ പോയിട്ടുണ്ട്. അതിന് ഇനീഷ്യേറ്റീവ് എല്ലാം പപ്പ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ കുറേ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പപ്പ ഞങ്ങളെ കുറേ സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ ഓർക്കാണ്. അപ്പോൾ ഇനി ഒരുപാട് സന്തോഷങ്ങൾ പപ്പയ്ക്ക് വരട്ടെ. ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ കുടുംബത്തിലെ കാരണവരായ
അച്ചാച്ചൻ്റെ 60-ാം പിറന്നാൾ ആഘോഷവേളയിൽ പങ്കെടുക്കുന്ന സുദിനത്തിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ചേട്ടനായ ഗീവറിൻ്റെയും പെങ്ങളായ അമ്മൂൻ്റെയും എൻ്റെയും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി 1992 പപ്പടം മരണശേഷം എല്ലാം ഭംഗിയായി നിർവഹിച്ചു പോന്ന അച്ചാച്ചനെ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവിധ പെരുന്നാൾ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗോഡ് ബ്ലെസ് യു. വളരെയേറെ സന്തോഷം തോന്നിക്കുന്ന ഒരു ദിവസമാണെന്ന്. ലൈക്ക് പപ്പയുടെ സപ്തതി ആഘോഷമാണ്. അതെനിക്ക് ഇരട്ടി മധുരമാണ്. കാരണം പപ്പയാണ് എൻ്റെ തലതൊട്ടപ്പൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്യപ്പയുടെ മരണത്തിന് ശേഷം വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് പപ്പ ഏറ്റെടുത്തത്. ലൈക്ക് പപ്പ ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ എല്ലാ സന്തോഷ സമയത്തും ദുഃഖ സമയത്തിലും വിഷമ സമയത്തിലും ഒക്കെ എല്ലാ ആവശ്യങ്ങൾക്കും വന്ന് കാര്യങ്ങളൊക്കെ തിരക്കി പോകുന്ന ഒരാളാണ്. സോ ഭയങ്കര സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. പിന്നെ പപ്പനെ പറ്റി വേറെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മെമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ എപ്പോഴും എന്നെ കൊണ്ട് അല്ലെങ്കിൽ പപ്പയെ സ്നേഹിക്കുന്നവരെ കൊണ്ട് എപ്പോഴും ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ലൈക്ക് പണ്ട് എപ്പോഴും ട്യൂഷൻ കഴിഞ്ഞ് ടൗണിലെ കടയിൽ പോയിരിക്കുമ്പോൾ എല്ലാ ദിവസവും മസാല ദോശയും ചായ പപ്പ മേടിച്ചു തരും. ആക്ച്വലി എല്ലാ ദിവസവും മേടിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് ആഴ്ചയിലൊരുക്കി അല്ലെങ്കിൽ മാസത്തിലൊരുക്കി 2 ആഴ്ച കൊണ്ടുപോകാൻ. പക്ഷെ പപ്പ അങ്ങനെയല്ല. പപ്പ എല്ലാ ദിവസവും ഇങ്ങനെ പോയി ഭക്ഷണം കഴിക്കുക, ചായ കുടിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ്. അതുപോലെ തന്നെ നോമ്പിലടക്കം ചിക്കൻ മാറ്റി വെച്ചിട്ട് ബിരിയാണി കഴിച്ച ഒരു സിറ്റുവേഷൻ പപ്പ എനിക്ക് തന്നൊരു സിറ്റുവേഷൻ ഓർത്ത് ഞാൻ എപ്പോഴും ചിരിക്കാറുണ്ട് ഇപ്പോൾ ആലോചിച്ചിട്ട്. അതുകൊണ്ട് പപ്പ വരും ദിവസങ്ങളിൽ ഈ 70 വയസ്സുകാലം പപ്പ കുറേ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. സോ ലൈക്ക് പപ്പ ഒന്നും നേടിയതല്ല, ദൈവം കൊടുത്തതാണ്. പപ്പയെ ദൈവം നിർത്തിയതാണ്. അതുകൊണ്ട് വരും വർഷങ്ങളെല്ലാം പപ്പയ്ക്ക് പൂർണ്ണ ആരോഗ്യവും ആശംസകളെല്ലാം നേർന്നുകൊണ്ട് നിർത്തുന്നു. സോ വൺസ് അഗൈൻ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ടു പപ്പ. പപ്പയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് പാദസരത്തിൻ്റെ കാര്യമാണ്. ചെറുപ്പത്തിലും പപ്പ എനിക്ക് ചെറുതായിരിക്കുമ്പോൾ പാദസരം തന്നായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പാദസരം കൊണ്ടുപോയി കളയുമ്പോൾ അവിടെ പോകുമ്പോഴും ഇവിടെ പോകുമ്പോഴും ഒക്കെ കളയുമ്പോൾ ഞാൻ പപ്പയുടെ കടയിൽ പോകുമ്പോൾ പപ്പ എപ്പോഴും കാണുമ്പോൾ എൻ്റെ കാലിലെ പാദസരം പോയിട്ടുണ്ടാവും. അപ്പോൾ പപ്പ എന്നോട് പറയും നീ പാദസരം എടുത്ത് വരണമെന്നുണ്ട്. പപ്പ എനിക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുക. തന്നാലും ഞാൻ പിന്നെയും കൊണ്ട് കളയും. പപ്പ എനിക്ക് പിന്നെയും തരും. പപ്പയുടെ കടയുടെ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോഴും പപ്പ പറയും നീ എന്തെങ്കിലും എടുത്തോ, പാദസരം എടുത്തോളാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്തെടുക്കും. അതാണ് എനിക്ക് പപ്പയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലുള്ള ഒരു മെമ്മറി.